വായനാദിന ക്വിസ് LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ വായനാദിന ക്വിസാണ്. സ്കൂൾ തല മത്സരങ്ങളിൽ വിജയിച്ച് മുന്നേറാൻ ഈ വീഡിയോ സഹായിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ജൂൺ 19 വായനാ ദിനം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ആരുടെ ഓർമ്മക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ഓർമ്മക്കായാണ്. അടുത്ത ചോദ്യം, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് PN പണിക്കരുടെ മുഴുവൻ പേര്. അടുത്ത ചോദ്യം, PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ, ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരാണ്. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2004 ജൂൺ 19. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരൂർ, തുഞ്ചൻ പറമ്പ്, മലപ്പുറം ജില്ലയിലെ തിരൂരാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെയാണ് കേട്ടോ. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള കാലഘട്ടമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരുന്നു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ എന്ന പത്രത്തിൻ്റെ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്ത്? കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? ഏതാണ്? സാഹിത്യലോകം. ഉത്തരം സാഹിത്യലോകം. അടുത്ത ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികളാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വരികളാണ്. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളമാണ്. കേരളത്തിൻ്റെ ഭരണഭാഷ മലയാളമാണ്. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സാഹിത്യത്തെയാണ് പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഗ്രന്ഥാലോകം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഗ്രന്ഥാലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ കൂടി ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക.